വിശദമായി നാദാപുരം തുണേരിയിൽ CPIM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി. എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേർ സംഭവത്തിൽ പ്രതികളായിരുന്നു. വിവരങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഷിബിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമായിരുന്നു കോടതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് പോയ ശേഷം ഷിബിൻ്റെ കൂടെ പരിക്കേറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മരണമൊഴി സ്വീകരിക്കപ്പെടാത്ത ഒരു കോടതി വിധിയെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. മേൽക്കോടതി പോകും. സാധാരണഗതിയിൽ പരിക്കേറ്റവരായിട്ടുള്ള ഈ സാക്ഷികൾ മുഖവിലക്ക് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നീതിയാണ് ഇവിടെ നമുക്ക് നീതി ലഭിച്ചില്ലല്ലോ. നിഷ്പക്ഷരായ ആളുകളുടെ മൊഴി, സാക്ഷിമൊഴി, അവിടെ തൊട്ടടുത്തുള്ള ആളുകളുടെ വീട്ടുകാരുടെ ഒന്നും മൊഴി ഉണ്ടായില്ല, സാക്ഷിയെ എത്തിയില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം പറയുന്ന ഒരു കാര്യം. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ 10-60 സാക്ഷികൾ വിസ്തരിച്ചിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. പ്രതികളുടെ ഡ്രസ്സിൽ നിന്ന് ഷിബിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഫോറൻസിക് ലാബ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? തീർച്ചയായിട്ടും മേൽക്കോടതി പോകും. നീതി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? നീതി എവിടെ ലഭിച്ചിരിക്കുന്നു? നീതിയല്ല, ഇരകളോടൊപ്പം അല്ല വരുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. സംഭവം കണ്ടവർ സാക്ഷികളല്ലേ? സാക്ഷികൾ എന്ന് പറയുന്നത് ഷിബിൻ്റെ കൂടെ പരിക്കേറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവരുടെ മൊഴിയത് ഇല്ല. അന്വേഷണ സംഘത്തിലും നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സാക്ഷി വിസ്താരത്തിൽ വളരെ നന്നായിട്ട് സാക്ഷികൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിഷ്പക്ഷരായ സാക്ഷികളെ വിസ്തരിക്കാനായില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പറഞ്ഞു. പരിക്കേറ്റവരും ദൃക്സാക്ഷികളായി കോടതിയിൽ വന്നിരുന്നു. പക്ഷേ പരിക്കേറ്റ ഈ സാക്ഷികൾ ഉൾപ്പെടെ ഉള്ളവർ പ്രോസിക്യൂഷൻ്റെ സാക്ഷികളാണ്. ഇത് DYFIയുടെയും CPMൻ്റെയും സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് സാക്ഷികളായി വന്നിട്ടുള്ളത് എന്നാണ് പ്രതിഭാഗം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള വാദഗതി. നിഷ്പക്ഷരായ ഏറ്റവും നാച്ചുറൽ വിറ്റ്നസസ്, അവിടെ ഒരു സംഭവം എന്ന് നടന്നിരുന്നു, ഈ പറയുന്ന രൂപത്തിലാണ് നടന്നിരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് ദൃക്സാക്ഷികൾ ആകാൻ കഴിയുമായിരുന്ന തൊട്ടടുത്ത വീടുകളിലെ പ്രോസിക്യൂഷൻ്റെ കേസിൽ തന്നെ ആ തൂണേരി വെള്ളൂർ റോഡിൻ്റെ ഇരുവശത്തും, സംഭവ സ്ഥലത്തിൻ്റെ ഇരുവശത്തും ധാരാളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരൊറ്റ സാക്ഷിയെപ്പോലും സംഭവവുമായി ബന്ധപ്പെടുത്തി ഈ പരിക്ക് പറ്റിയ സാക്ഷികളല്ലാതെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെടുത്തി. ഇപ്പോൾ അഡ്വക്കേറ്റ് K വിശ്വൻ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണായി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് K വിശ്വൻ, എന്താണ് സംഭവിച്ചത് കോടതിയിൽ? ഈ കേസിൽ ഇന്ന് വന്ന വിധി ഞെട്ടിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും വസ്തുതകളെ പരിശോധിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച കോടതിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യ പ്രതികരണം. ഇത് അതിഭീഭത്സമായ ഒരു കൊലപാതകത്തെ കൈകാര്യം ചെയ്യുന്നതിൽ, അത് സംബന്ധിച്ചുള്ള കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നിലവിലുള്ള നീതി അനുശാസിക്കുന്ന, നിയമം അനുശാസിക്കുന്ന സർവ്വ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ ഈ കേസിൽ തെളിവ് നൽകിയിട്ടുണ്ട്. സമീപവാസികളായിട്ടുള്ള ആളുകൾ തെളിവ് നൽകിയിട്ടുണ്ട്. അതുപോലെ വിദഗ്ധന്മാർ തെളിവ് നൽകിയിട്ടുണ്ട്. പ്രതികളുടെ വസ്ത്രങ്ങൾ പരിശോധന നടത്തിയ സമയത്ത് ഷിബിന്റെ രക്തം കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ഷിബിന്റെ രക്തം കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിലവിൽ ഒരു കേസിൽ ഉണ്ടാകാനുള്ള ഇടയിലുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ശ്രീ വിശ്വൻ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കോടതി ആ തെളിവുകൾ പരിഗണിച്ചില്ല? അതോ പ്രോസിക്യൂഷൻ നടത്തിയ വാദഗതികളെ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ കോടതിക്ക് കഴിയാതെ പോയതാണോ സംഭവിച്ചത്? ഈ വിധി എനിക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ്. ഏതായാലും വിധിയുടെ വിശദാംശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ പ്രഥമമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത്രത്തോളം സെൻസേഷണലായ ഒരു കേസിൽ ഈ ഒരു വിധി സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. ഇത് വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ജാഗ്രത വേണ്ട രീതിയിൽ കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് സംബന്ധിച്ചുള്ള ആദ്യമായി പ്രതികരിക്കാനുള്ളത്.
അതായത് ഈ പ്രോസിക്യൂഷനിലേക്ക് എത്തിയ തെളിവുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് അന്വേഷണ സമയത്ത് ഈ സംഭവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയം ഈ ബഹളം കേട്ട് സംഭവ സ്ഥലത്തേക്ക് ഓടി വരികയും ഈ അക്രമികളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇതിലെ പരാതിക്കാരനായി ഇട്ടുള്ളത്. അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് പരിക്കേറ്റ് സംഭവം ഭാഗികമായി കണ്ട ഒരാള് കോടതിയിൽ തെളിവ് നൽകിയിട്ടുണ്ട്. 6 പരിക്കേറ്റ സാക്ഷികൾ തെളിവ് നൽകിയിട്ടുണ്ട്. ഈ തെളിവിനെ ഒന്നും തന്നെ ചാലഞ്ച് ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് വിചാരണ വേളയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഭാഗം നിലപാടുണ്ടായിരുന്നത്. ഇത് ഇന്നത്തെ വിധി എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറി മറിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് അത് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെയാണ് ശ്രീ വിശ്വൻ താങ്കൾ പറയുന്നത് പോലെ തന്നെയാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിശദമായ പരിശോധന നടത്തേണ്ട ഒരു വിഷയമുണ്ട്. ഇത് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും താങ്കൾ ആ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പോയിന്റ്. അതായത് കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തി. വിചാരണ വേളയിലൊക്കെ പ്രതിഭാഗത്തിന് പല സമയത്തും വാക്കുകളില്ലായിരുന്നു. പക്ഷേ അവസാന വിധി വന്നപ്പോൾ അത് പ്രതിഭാഗത്തിന് അനുകൂലമായി. പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പറഞ്ഞൊരു കാര്യം, നിഷ്പക്ഷരായ സാക്ഷികളെ വിസ്തരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിൽ പ്രതികരണം സംഭവ സ്ഥലത്ത് ഉണ്ടായ സാക്ഷികളെയാണ് ഞങ്ങൾക്ക് വിസ്തരിക്കാൻ വേണ്ടി കഴിയുക. അതെ അതെ അതെ. അല്ലാതെ പർച്ചേസ് ചെയ്തുകൊണ്ട് സാക്ഷികളെ അറേഞ്ച് ചെയ്തുകൊണ്ട് വിസ്തരിക്കാൻ കഴിയില്ല. ഇല്ല. ഒരു കള്ള് ഷാപ്പിൽ നിന്ന് ഒരു കൊലപാതകം നടന്ന കള്ള് കുടിക്കാൻ വന്ന ആളുകളാണ് സാക്ഷികളാണ് ഉണ്ടാകുക. ഈ സംഭവം ഒരു നാട്ടില് ആ പ്രദേശത്തുകാരായ ആളുകൾ ഞാൻ സാക്ഷി, 200 മീറ്റർ ദൂരെയുള്ള ആളുകളാണ് സാക്ഷി. ഇതിലെ സാക്ഷികളെല്ലാം കോടതിയിൽ ഹാജരാക്കിയ സാക്ഷികളെല്ലാം സമീപ പ്രദേശങ്ങളിലുള്ളതാണ്, വീട്ടിനടുത്തുള്ള ആളുകളാണ്. 200 മീറ്റർ ദൂരെയുള്ള ആളുകളാണ് സാക്ഷികൾ. ഈ പരിക്കേറ്റ സാക്ഷികൾ അവിശ്വസിക്കാൻ എന്ത് കാരണം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ്, തെളിവുകൾ കൃത്യമാണ്, സാക്ഷികൾ കൃത്യമാണ്, അവർ പറഞ്ഞ കാര്യങ്ങളും കൃത്യമാണ്. ഇതിൽ പരിക്കേറ്റ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരും അവിടെ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതാണ് പ്രശ്നവുമായി വന്നത്. അത് ഞങ്ങളിപ്പോ നിലവിലുള്ള നിയമ അതുപോലെയുള്ള മറ്റു വസ്തുതകളെല്ലാം പരിശോധിച്ച് സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനത്തും അടിയന്തരമായി ഉന്നത നീതിപീഠത്തെ സമീപിച്ച് നീതി ലഭ്യമാക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതായത് ഹൈക്കോടതിയിലടക്കം അപ്പീലുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ വിശ്വൻ ഞങ്ങളോട് പ്രതികരിച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത്. കൃത്യമായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു, സാക്ഷികളും കൃത്യമായ രീതിയിൽ മൊഴികൾ നൽകിയിരുന്നു. പക്ഷേ എന്തോ അത് കൃത്യമായ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. വിധി വന്നപ്പോൾ പ്രതികൂലമായി എന്നാണ്. കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ എന്തെങ്കിലും പ്രതികരണം കൂടുതൽ നടത്താൻ കഴിയൂ എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറയുന്നത്. PV കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. കുട്ടൻ, അഡ്വക്കേറ്റ് കെ വിശ്വൻ പറയുന്നത് സാക്ഷികൾ കൃത്യമായിരുന്നു, വാദഗതികൾ കൃത്യമായിരുന്നു, പല സമയത്തും വിചാരണ വേളയിൽ പ്രതിഭാഗത്തിന് വാക്കുകളില്ലായിരുന്നു. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ വിധി പ്രതികൂലമായി, പ്രതിഭാഗത്തിന് അനുകൂലമാവുകയും ചെയ്തു. ഇതാണ് പ്രോസിക്യൂഷന്റെ വാക്കുകളിൽ നിന്ന്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മനു, തീർച്ചയായും പ്രോസിക്യൂഷൻ ഒരിക്കലും ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത. തീർച്ചയായും പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ വളരെ ബലമുള്ള സാക്ഷി മൊഴികളും അതുപോലെ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 66 സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു. അതുപോലെ തന്നെ നിരവധി തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഹാജരാക്കിയിരുന്നു. പ്രതികളുടെ രക്തം പുരണ്ട വസ്ത്രം അത് ഇതിലെ ഒരു പ്രതിയുടെ വീട്ടിൽ വെച്ച് കത്തിച്ചിരുന്നു. അതിൻ്റെ ചാരമടക്കം ഈ കോടതിയിൽ ഹാജരാക്കിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിലായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിധി, മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള മാറാട് കോടതി ജഡ്ജിയുടെ വിധി പ്രോസിക്യൂഷൻ തീർച്ചയായും വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിശ്വൻ പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഹൈക്കോടതിയെ സമീപിക്കും എന്ന ഒരു തീരുമാനം തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിബിൻ്റെ കുടുംബം, ഷിബിൻ്റെ പിതാവ് ഭാസ്കരൻ അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, തികച്ചും അപ്രതീക്ഷിതമായ വിധിയാണ് ഈ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതി ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് നിലകൊണ്ടതെന്നുൾപ്പെടെയുള്ള വളരെ വൈകാരികമായ പ്രതികരണമാണ് ഷിബിൻ്റെ കുടുംബം, ഷിബിൻ്റെ പിതാവ് ഭാസ്കരൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ വിചാരണ കോടതിയിൽ എത്താറുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ആ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന ആളായിരുന്നു. അവർക്കൊക്കെ
ഉണ്ടായിരുന്നത് ഈ കേസിനകത്ത് പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പൊതുവികാരം തന്നെയായിരുന്നു. എന്നാൽ പ്രതീക്ഷകളെല്ലാം മാറ്റിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ആകെ 5 മിനിറ്റ് മാത്രമായിരുന്നു കോടതിയിൽ നടപടിക്രമങ്ങൾ ഉണ്ടായത്. ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയാണ് എന്ന ഒറ്റ വാചകത്തിൽ ജഡ്ജി വിധി ഒതുക്കി. ഇനി അതിൻ്റെ മറ്റ് വിഷയങ്ങൾ, മറ്റ് നിഗമനങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എങ്ങനെയാണ് കോടതി എത്തിച്ചേർന്നതെന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറഞ്ഞത് കൃത്യമായ സാക്ഷികളെ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ്. അതുപോലെ തന്നെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. CPIM-ൻ്റെയും DYFI-യുടെയും പ്രവർത്തകരെ മാത്രമാണ് സാക്ഷികളായി ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. ഈ സംഭവം നടന്ന പരിസര പ്രദേശത്തെ വീടുകളിൽ താമസിക്കുന്നവർ, അതുപോലെ മറ്റ് നിഷ്പക്ഷരായ സാക്ഷികളൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. അതാണ് ഈ കേസ് പ്രോസിക്യൂഷൻ തോൽക്കാൻ കാരണം, ഇത്തരത്തിലൊരു വിധിക്ക് ഇടയാക്കിയത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ വിധി പകർപ്പ് ലഭിക്കും. അപ്പോൾ മാത്രമേ നമുക്കും അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരികയുള്ളൂ. മനു. ശരി കൂട്ടൻ, തീർച്ചയായും വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. തുണേരിയിലെ ഷിബിൻ വധക്കേസിൽ പ്രതികളായ 17 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പ്രോസിക്യൂഷന് കൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിഷ്പക്ഷരായ സാക്ഷികളെ വിസ്തരിക്കാൻ കഴിയാത്തതാണ് തോൽവിക്ക് കാരണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറയുകയുണ്ടായി. ഒരു പക്ഷേ പ്രോസിക്യൂഷന് വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു വിധി. എല്ലാ വാർത്തകളിലടക്കം കൃത്യമായ രീതിയിൽ ശിക്ഷ ലഭിക്കും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി പ്രതിഭാഗത്തെ 17 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും മേൽക്കോടതിയിൽ അപ്പീൽ അടക്കം നൽകും. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഷിബിൻ്റെ അച്ഛനും ഒപ്പം തന്നെ ഇവിടെ സംസാരിച്ച നേതാക്കളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അടക്കമുള്ളവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജിൽ ഈ വർഷം പ്രവേശനം സാധിക്കില്ലെന്ന് കേരളം കേന്ദ്രത്തെ അറിയിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാവാത്തതിനാലാണിത്. രഞ്ജിത്ത് തമ്പാനെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാനും തീരുമാനമായി. MR സജേഷ് ചേർന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സജേഷ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത്? മനു, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. സംസ്ഥാനത്തെ ധനസ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭ ധനവകുപ്പിന് അനുമതി നൽകുകയാണ് ഉള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഖജനാവ് കാലിയാണെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം പുറത്തിറക്കുക. ബജറ്റിനോടൊപ്പം തന്നെ ധവളപത്രം പുറത്തിറക്കുന്നതിനാണ് ആലോചന. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തിരക്കിട്ട് പ്രവേശനം നടത്താനുള്ള മുൻ സർക്കാരിന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും കൂട്ടിച്ചേർത്തുകൊണ്ട് 2ാമത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നതിനായിരുന്നു നീക്കം. എന്നാൽ അത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നടത്തുന്നതെന്നും സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരുക്കാമെന്ന് മെഡിക്കൽ കൗൺസിലിന്റെ അറിയിച്ചതിന് ശേഷമാണ് അത്തരമൊരു കാര്യം മുൻ സർക്കാർ നടത്തിയിരുന്നത്. എന്നാൽ ഒരു തരത്തിലും നടത്താനാകാത്ത രീതിയിൽ ജൂലൈയിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്ന ഉറപ്പാണ് കഴിഞ്ഞ സർക്കാർ നൽകിയത്. ഇത് ഒരു തരത്തിലും സാധിക്കുന്ന കാര്യമല്ല. ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകരുതെന്ന വിലയിരുത്തലോടുകൂടി 2ാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം വേണ്ടെന്ന തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുള്ളത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി രഞ്ജിത്ത് തമ്പാനെ നിശ്ചയിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മനു. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. മുൻസിഫ് കോടതി പരിസരത്ത് കണ്ടുകെട്ടിയിരുന്ന ജീപ്പിനുള്ളിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റു. മനഃപൂർവ്വമായി ഉണ്ടാക്കിയ സ്ഫോടനമാണെന്ന് പോലീസ് പറഞ്ഞ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? പ്രാഥമിക പരിശോധനയിൽ ഇതൊരു നാടൻ സ്റ്റീൽ ബോംബിന്റെ ഇതിലൊരു സാന്നിധ്യമാണ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ ബോധ്യമാകുന്നത്. കാരണം ഈ പരിക്കേറ്റ വ്യക്തിയുടെ മുഖത്തേക്ക് തെറിച്ചു വീണതും സ്റ്റീലിന്റെ കഷ്ണങ്ങളായിരുന്നു. ഈ പരിസരത്താകെ ഇതിന്റെ പീസുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും എക്സ്പ്ലോസീവ് വിദഗ്ധരും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്കുമാർ, ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ടൈമർ ഘടിപ്പിച്ച ബോംബായിരുന്നു ഉപയോഗിച്ചത് സ്ഫോടനത്തിന് എന്നാണ്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായ ആസൂത്രിതമാണ്. കൃത്യസമയത്ത് ആളുകൾ കൂടുന്ന സമയത്ത് ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. നേരത്തെ ആസൂത്രണം ചെയ്ത സംഭവം തന്നെയാണ്.
ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും അതിന്റെ ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ സംഘം അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനുശേഷം മാത്രമേ ഇത് ഏത് തരത്തിലുള്ള ബോംബാണ്, ഇത് ഈ ഇതുപോലെ ടൈം ബോംബ് തന്നെ ആയിരുന്നുവോ തുടങ്ങി 10:51 സ്ഫോടനം നടന്നിരിക്കുന്നത്. ആ സമയത്ത് ഈ പരിസരത്ത് ആരെങ്കിലും ഇത് ബോംബ് എറിഞ്ഞതായിട്ടോ അങ്ങനെ ആരും കണ്ടവരില്ല. അങ്ങനെ ദൃക്സാക്ഷികൾ നിരവധി പേരെ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം രാജ്കുമാർ, ഈ സമയത്ത് കോടതിയിൽ പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ദിവസമല്ലമായിരുന്നോ? ആഡ് ആന്റണി അടക്കമുള്ളവരുടെ കേസുകൾ പരിഗണിക്കുന്ന സമയം ഇതായിരുന്നോ? ആൻവൽ കേസ് ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. വിചാരണ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്ന് അതിന്റെ കേസ് തുടർവാദങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയുള്ള ഒരു കേസുകളും അല്ലെങ്കിൽ അത്തരത്തിൽ വിവാദമായ സംഭവങ്ങളും ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി അങ്ങനെ പോലീസ് ആ വഴിക്കും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കോടതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ആരെങ്കിലും ലക്ഷ്യം വെച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ ഇത് ബോംബ് തന്നെ ആയിരുന്നോ, ആയിരുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ബോംബാണ്, ഇത് പൊട്ടിച്ച രീതി എങ്ങനെയാണ്, ഇത് വല്ല ടൈം ബോംബ് ഇനത്തിൽപ്പെട്ടവയാ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കൈവരൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടി, സ്വീകരണ പരിപാടി ഇന്ന് കൊല്ലത്ത് ടൗൺ ഹാളിൽ നടക്കാനിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് ആ പരിപാടിയും LDFന്റെ നേതൃത്വത്തിൽ സ്വീകരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. രാജ്കുമാർ, ഈ ഭാഗത്ത് CCTV ക്യാമറകളോ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്ത് കണ്ടുകെട്ടിയിട്ട് കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ ഈ സുരക്ഷാ ക്യാമറ ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ എത്ര തവണ കളക്ടറെയും ADMനെയും മറ്റും സന്ദർശിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ക്രൈംബ്രാഞ്ച് സംഘം CCTVയുടെ ക്യാമറ ദൃശ്യങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെട്ടത്. ഇവിടെ ഏതാണ്ട് 18ഓളം ക്യാമറകൾ ഉണ്ടെങ്കിലും ഇതിൽ 3ഓ 4ഓ ക്യാമറകൾ മാത്രമാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. മറ്റൊന്നും പ്രവർത്തിക്കുന്ന തരത്തിലായിരുന്നില്ല. അതുമാത്രമല്ല, ഈ സ്ഫോടനം നടന്ന ആ സ്ഥലത്തുള്ള ആ പരിസരത്ത് തന്നെ ഒരു ക്യാമറ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് ചുറ്റും മുഴുവനും കോടതികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ് CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും പ്രവർത്തിക്കുന്നത്. എന്തായാലും കോടതി കോംപ്ലക്സിന്റെ ഈ പരിസരത്ത് നടന്ന ഈ സ്ഫോടനം ആസൂത്രിതം എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ക്യാമറ വഴിയുള്ള ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. മറ്റൊന്ന്, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ മറ്റു തരത്തിൽ പോലീസിന്റെ കാവൽ, ഒപ്പം മറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, ഇതൊക്കെയുള്ള സ്ഥലമാണ്. കാരണം കോടതിയും കളക്ടറേറ്റും സ്ഥിതി ചെയ്യുന്നതിന്റെ മധ്യത്തിലാണല്ലോ ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. തീർച്ചയായും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോടതിയുടെ ഇത് പല കേസുകൾക്ക് വേണ്ടി മൊഴി കൊടുക്കാനും മറ്റും എത്തിയിരുന്ന സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം നടന്നത്. എല്ലാവരും സ്ഫോടനത്തിന്റെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. ചിലർ മാത്രമാണ് സ്ഫോടനം കണ്ടത്. ഇതിൽ ചീളുകൾ വലിയ ദൂരത്തേക്ക് തെറിച്ചു പോവുകയായിരുന്നു. ഏകദേശം ഒരു 250 മീറ്ററോളം ഇതിന്റെ ശബ്ദവും ഉയർന്ന് പരിസരമാകെ കേട്ടിരുന്നു. പരിസരത്ത് മുഴുവനും വെടിമരുന്നിന്റെ ഗന്ധവും ഉണ്ടായിരുന്നു. രാജ്കുമാർ, പകൽ സമയത്ത് മാത്രമല്ല, പകൽ സമയത്ത് കോടതി കൂടുന്ന സമയങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള സമയങ്ങളിൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? കാരണം ടൈമർ ഘടിപ്പിച്ച ബോംബാണെങ്കിൽ ഇത് നേരത്തെ അവിടെ സ്ഥാപിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ആ ഒരു സമയത്ത്, അതായത് മറ്റുള്ള സമയങ്ങളിൽ ഇവിടെ കാവലുണ്ടാകാറുണ്ടോ? മനു, മറ്റൊരു സുപ്രധാന വിവരം, ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ ഇതിന്റെ സമീപത്ത് നിന്ന് തന്നെ 14 ബാറ്ററികളും അതിനൊപ്പം തന്നെയുള്ള ഫ്യൂസുകളും അതിന്റെ വയറുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉറപ്പായി ഒരു ടൈം ബോംബിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഭവത്തിന്റെ ഗൗരവം അത് മാറുകയാണ് രാജ്കുമാർ. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നു, ഇത് ടൈം ബോംബിന്റെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ സംഭവത്തിന്റെ ഗൗരവവും അത് ഉയർത്തുന്ന ഭീഷണിയും വളരെ ഗുരുതരമായി മാറുകയാണ്. തീർച്ചയായും ഇതില് അത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഒരു കളക്ടറേറ്റ്, ജില്ലാ ഭരണകൂടത്തിന്റെ ഇതൊരു മിനി സർക്കാരുകൾ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഗവൺമെന്റിനെ ഇതിൽ ഒരു ചൊടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ ഒരു വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്ന തരത്തിൽ ഒരു സ്ഫോടനം, അതും ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിനുള്ളിൽ തന്നെ നടുത്തളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ചുറ്റും കോടതികൾ പ്രവർത്തിക്കുന്നു. നിരവധി പേർ കേസിന്റെ ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിരവധി പേരാണ്
ആളുകളാണ് ഈ സർക്കാർ മന്ദിരത്തിലേക്ക് ഒരു പ്രതിദിനം ഒരു മണിക്കൂറിൽ തന്നെ എത്തിച്ചേരുന്നത്. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒരു വലിയ സ്ഫോടനത്തിന് വേണ്ടിയുള്ള അത്രയും വലിയ ഒരു വെടിമരുന്ന് അതിനകത്ത് ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇതൊരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഏത് തരത്തിലായിരിക്കും ജില്ലാ ഭരണകൂടം പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കും എന്നൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനോ ആകാമെന്നുള്ളതാണ് പോലീസിന്റെ ഭീഷണി. പോലീസ് കരുതുന്നത് ആസൂത്രിതമായി തന്നെയാണ് ഇവിടെ ഇവർ ബോംബ് സ്ഥാപിച്ചു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നതും ആ നിലയിലുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇത് നീങ്ങുന്നത്. ആരെങ്കിലും ഇത് ഒരു ഭീഷണിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആരെയും ലക്ഷ്യമിട്ടിരുന്നോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാറ്ററികളും ഫ്യൂസുകളും ഇതിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു ടൈമർ ഘടിപ്പിച്ച ബോംബ് ആയിരുന്നു എന്ന നിലയിലേക്ക് ഒരു വിശകലനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. കൂടുതൽ എക്സ്പേർട്ടുകളുടെ ഇത് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ വിദഗ്ധ പോലീസിന്റെയൊക്കെ മുഴുവനും ഇതിന്റെ സേവനം തേടി ഇവിടുന്നുള്ള ചിത്രങ്ങൾ മുഴുവനും പോലീസ് അയച്ചു കഴിഞ്ഞു. അവർ ഇത് പരിശോധിച്ച ശേഷം ഏത് തരത്തിലുള്ള ടൈമറാണ്, ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വശം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. ലോക്കൽ പോലീസിന് ഇതിനൊരു പരിമിതി ഉണ്ടെങ്കിൽ പോലും വിദഗ്ധ സംഘം എത്തിയാൽ മാത്രമേ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സ് അധികൃതരും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ എത്തിച്ചേർന്നാൽ മാത്രമേ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലാണ് സംഭവിച്ചതെന്ന് ഒരു വിശകലനത്തിലേക്ക് ഔദ്യോഗികമായി പോലീസിന് എത്തിച്ചേരാനാവും. മനു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് കളക്ട്രേറ്റ് വളപ്പിൽ ബോംബ് സ്ഫോടനം, ടൈമർ ഘടിപ്പിച്ച ബോംബാണ് അവിടെ പൊട്ടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസിന്റെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സൂക്ഷിച്ച ബാഗും ഒപ്പം തന്നെ ചില ബാറ്ററികളും ഫ്യൂസുകളും അടക്കം ഗൗരവതരമായ ചില കാര്യങ്ങൾ അവിടുന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. ശാശ്വത പരിഹാരത്തിന് ഓർഡിനൻസ് ഇറക്കുന്ന കാര്യം ഉൾപ്പെടെ അടിയന്തരമായി പരിഗണിക്കും. സംസ്ഥാനത്ത് 15 സ്കൂളുകൾ കൂടി ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും സി രവീന്ദ്രനാഥ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. സർക്കാർ റിക്വസിഷൻ നടപടിയായിട്ട് മുന്നോട്ട് പോകും. നിയമപരമായിട്ട് അത് ഏറ്റെടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. നിയമസഭയിൽ അതിനനുസരിച്ചുള്ള നടപടികളെടുക്കും. വളരെ ശക്തമായി ആ സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. വളരെ സങ്കീർണമാണ് പ്രശ്നം. ഇതേപോലെ പല എതിർപ്പുകളുണ്ട് എന്നുള്ളതുകൊണ്ട് നിയമ നടപടി കൃത്യമായിട്ടുള്ള ചർച്ച നിയമ സെക്രട്ടറിയും നിയമവിദഗ്ധരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആപ്റ്റായിട്ടുള്ള നിയമം അനുസരിച്ച് ഇത് ചെയ്യും. ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദി എർലിയസ്റ്റ് ഏറ്റവും വേഗം ചെയ്യാന്നുള്ളതാണ്. നിയമസഭയിൽ പറ്റുമെങ്കിൽ നിയമസഭയിൽ തന്നെ. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയ RSS സംഘത്തെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലവിളി നടത്തിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുവടക്കം 3 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയ RSS പ്രവർത്തകനെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന RSS പ്രവർത്തകനായ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. വിഷ്ണു 2 വർഷമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സംഘത്തിലുണ്ടായിരുന്നവർ ചെറുപ്പുളശ്ശേരി നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 3 പേർക്കെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. വധഭീഷണി മുഴക്കിയ വിഷ്ണുവിനോടൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അക്രമികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. സംഭവം നടന്ന ഉടൻ വിഷ്ണുവും കൂട്ടാളികളും ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടതായാണ് സൂചന. ചെർപ്പുളശ്ശേരി സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SI R രബീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫാക്ടിന്റെ ഓഹരി വിറ്റഴിക്കാൻ നീതി ആയോഗിന്റെ ശുപാർശ. സർക്കാരിന്റെ ഓഹരി 49% കുറയ്ക്കണമെന്നാണ് ശുപാർശ. എയർ ഇന്ത്യ ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളും വിറ്റഴിക്കണം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 76 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 26 അടച്ചുപൂട്ടാനും ശുപാർശ നൽകി. M സന്തോഷ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകും. സന്തോഷ്, വിശദാംശങ്ങൾ എന്താണ്? മനു, ഫാക്ട്, എയർ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് തുടങ്ങി 32 സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിൽ 10 സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ നടപടി ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 22 സ്ഥാപനങ്ങളുടെ ഓഹരികൾ കൂടി 51% ഓഹരികൾ വിറ്റഴിക്കണം എന്നാണ് നീതി ആയോഗ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതുവഴി 56,500 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ഫാക്ട് കേന്ദ്രത്തിൽ നിന്നും പുനരുജ്ജീവന പാക്കേജ് പ്രതീക്ഷിക്കുന്നു.
പ്രവേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് കനത്ത തിരിച്ചടിയായി ഇപ്പോൾ നീതി ആയോഗിന്റെ ശുപാർശ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 14 ഹോട്ടലുകൾ സ്വകാര്യവൽക്കരിക്കാനോ അല്ലെങ്കിൽ പാട്ടത്തിന് നൽകാനോ നീതി ആയോഗ് ശുപാർശ ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ് ഈ ശുപാർശ കൈമാറിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് അനുകൂലമായ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം പരിഗണിച്ചതിന് ശേഷം വിറ്റഴിക്കൽ നടപടികൾ ആരംഭിക്കും. മനു. ശരി, സന്തോഷ്. ജിഷ വധക്കേസിന് പിന്നിൽ അന്യസംസ്ഥാനക്കാരാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ പത്തനംതിട്ടയിൽ പിടിയിലായ പെരുമ്പാവൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നിൽ സ്ത്രീക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. ജിഷയെ പരിചയമുള്ള ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ജിഷയുടെ വീട്ടിൽ വന്നുപോയിരുന്നുവെന്ന സമീപവാസികൾ നൽകിയ സൂചനയാണ് കൊലപാതകത്തിൽ ഒരു സ്ത്രീക്ക് പങ്കുണ്ടോ എന്ന പോലീസിന്റെ സംശയത്തിന് കാരണം. ജിഷ കൊല്ലപ്പെട്ട ഏപ്രിൽ 28-ന് പരിചിതരോ അല്ലാത്തവരോ ആയ സ്ത്രീകളെ വട്ടോളിപ്പടിയിലെ ജിഷയുടെ വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജിഷയുടെ ഉച്ചത്തിലുള്ള സംസാരവും തർക്കവും അമ്മയോടാണ് എന്നായിരുന്നു പരിസരവാസികൾ തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ അമ്മ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നുവെന്നത് ജിഷ കൊല്ലപ്പെട്ട് ഏറെ വൈകിയാണ് നാട്ടുകാർ മനസ്സിലാക്കിയത്. പിന്നീട് മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ച യുവാവിനെ വീടിനരികിലെ കനാലിലേക്ക് ഇറങ്ങുന്നത് കണ്ടുവെന്നും അതിന് മുൻപുണ്ടായ തർക്കത്തിൽ പുരുഷ ശബ്ദം കേട്ടില്ലായിരുന്നുവെന്നും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ജിഷയുടെ തോളിന് പിന്നിൽ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്ത് കണ്ടെത്തിയ ഉമിനീരും വാതിൽ കൊളുത്തിൽ നിന്ന് ലഭിച്ച രക്തവും നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശങ്ങളും പുരുഷൻ്റേതാണ് എന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ കൊല നടത്തിയത് പുരുഷനാണ് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. എന്നാൽ അതിലേക്ക് നയിച്ച സംഭവത്തിൽ സ്ത്രീകൾക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു. അന്വേഷണത്തിനായി വിവിധ സംഘങ്ങൾ അസം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. ജിഷയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശിക്കായും അന്വേഷണം നടന്നുവരുന്നു. പല കാര്യങ്ങളും ജിഷയുടെ അമ്മ രാജേശ്വരിക്കും സഹോദരി ദീപയ്ക്കും അറിയാമെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇരുവരും വ്യക്തമായ മറുപടി നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയെ ആവേശത്തിലാഴ്ത്തി JNU സമരനായകൻ കനയ്യകുമാർ ആസാദി സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കനയ്യകുമാർ. UP തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ ധ്രുവീകരണത്തിന് BJP ശ്രമിക്കുകയാണെന്ന് കനയ്യകുമാർ പറഞ്ഞു. JNU കാമ്പസിനെ പ്രകമ്പനം കൊള്ളിച്ച ആസാദി മുദ്രാവാക്യം കനയ്യയ്ക്കൊപ്പം പ്രായഭേദമന്യേ സദസ്സും ഏറ്റുചൊല്ലി. UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയ ധ്രുവീകരണത്തിന് മോഡി ശ്രമിക്കുകയാണെന്ന് ആസാദി സംഗമം ഉദ്ഘാടനം ചെയ്ത് കനയ്യകുമാർ പറഞ്ഞു. വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് കനയ്യ ഓർമ്മിപ്പിച്ചു. മുൻ MPയും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ്, MLA-മാരായ ഹൈബി ഈഡൻ, മുഹമ്മദ് മുഹസിൻ, SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൽ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് പണി ആരംഭിച്ച ആയിരങ്ങൾ തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിൽ. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ തുടങ്ങിവച്ച വീട് പണി പൂർത്തിയാക്കാനാകാതെ അന്തിയുറങ്ങുന്നത് പാറക്കെട്ടിനുള്ളിലും സുരക്ഷിതമല്ലാത്ത ഗ്രഹങ്ങളിലും. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പാർപ്പിട നിർമ്മാണ പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയാണ് സംസ്ഥാനത്ത് താളം തെറ്റുന്നത്. പദ്ധതിയുടെ കേന്ദ്രവിഹിതം കൃത്യമായി മോദി സർക്കാർ നൽകാത്തതാണ് പാവപ്പെട്ടവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. 2013-2014 സാമ്പത്തിക വർഷത്തിലെയും 2014-2015 സാമ്പത്തിക വർഷത്തെയും കേന്ദ്രവിഹിതം ഇനിയും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. പദ്ധതി വിശ്വസിച്ച് 3 സെന്റിലെയും 5 സെന്റിലെയും കുടിലുകൾ പൊളിച്ച് വീട് നിർമ്മാണം ആരംഭിച്ച ആദിവാസികൾ അടക്കമുള്ളവരാണ് കാലവർഷക്കെടുതി അനുഭവിച്ച് ദുരിതം പേറുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താവായ ഇടുക്കി മൂലമറ്റത്തെ പ്രസാദും കുടുംബവും കഴിയുന്നത് പാറക്കെട്ടിനുള്ളിലാണ്. ഇവർക്കും പദ്ധതിയുടെ ഇനിയും അനുവദിച്ചിട്ടില്ല. ആ പാറയാണ് ഇതിന്റെ അടിയിൽ. ആ പാറ മുകളിൽ ഇച്ചിരി മണ്ണിട്ടുള്ളൂ. ആ മണ്ണ് അടികൂടെ വെള്ളം ഞങ്ങള് ജീവനെ പേടിച്ചിട്ട് ഞങ്ങൾ രാത്രി ഉറക്കമില്ല. എന്റെ അമ്മേനെ പുലർച്ചെ രാത്രി വന്നിട്ട് നോക്കും മക്കളുണ്ടോന്ന്. അവർക്ക് അത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിൽ താൽക്കാലിക ഷെഡിൽ അന്തിയുറങ്ങുന്ന നിരവധി ജീവനുകൾ സംസ്ഥാനത്തുണ്ട്. അന്തിയുറങ്ങിയ കിടപ്പാടം പൊളിച്ച് സർക്കാരിനെ വിശ്വസിച്ച് സുരക്ഷിത വീട് നിർമ്മിക്കാമെന്ന് സ്വപ്നം കണ്ടവരാണ് അച്ഛാദിനു പകരം
ഇരുട്ടിന്റെ അന്ധകാരം പേറി ജീവിതത്തോട് മല്ലിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബി.ജെ.പിയുടെ അടുത്ത ദേശീയ നിർവാഹക സമിതി യോഗം കേരളത്തിൽ സെപ്റ്റംബർ 23 മുതൽ 25 വരെ കോഴിക്കോട് വച്ച് ദേശീയ നിർവാഹക സമിതി യോഗം നടത്താനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. കേരളം ഉൾപ്പെടെ പാർട്ടിക്ക് വലിയ ശക്തിയില്ലാത്ത സംസ്ഥാനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി യോഗം കേരളത്തിൽ വച്ച് നടത്താൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അലഹാബാദിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബി.ജെ.പി നിർവാഹക സമിതി യോഗത്തിലാണ് കേരളത്തിൽ അടുത്ത സമിതി യോഗം നടത്താൻ അഭിപ്രായമുയർന്നത്. കേരളം ഉൾപ്പെടെ പാർട്ടിക്ക് വലിയ ശക്തിയില്ലാത്ത 7 സംസ്ഥാനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ തീരുമാനമെന്ന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അറിയിച്ചു. സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുക. തുടർന്ന് പ്രചരണ റാലിയും നടത്താനാണ് തീരുമാനം. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനായതും മറ്റു ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്താനായതും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കേരളത്തെ തെരഞ്ഞെടുക്കുന്നതിന് കാരണമായി. വരും വർഷങ്ങളിൽ കേരളത്തിൽ 2ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി എത്തണമെന്നാണ് അമിത്ഷാ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തമിഴ്നാട്ടിൽ അണ്ണാ DMK NDA ചേർക്കുന്നതിനുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ്. ഒറീസ, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനം വ്യാപകമാക്കാനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലം. സംസ്ഥാനത്ത് 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ തുടങ്ങി. ജൂലൈ 31 വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലിറക്കാൻ പാടില്ല. തീരദേശത്തെ ഡീസൽ പമ്പുകൾ ഇന്നു മുതൽ അടച്ചിടും. 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ബാധകമല്ല. വള്ളങ്ങൾക്ക് ആവശ്യമായ ഡീസൽ മത്സ്യഫെഡിന്റെ ഡീസൽ പമ്പിൽ നിന്ന് ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അധീനതയിലുള്ള ഡിഗോ ഗാർഷ്യ ദ്വീപിൽ തടവിലായ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രം ഉറപ്പു നൽകിയത്. കടൽക്ഷോഭം പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന വേളയിലെ പഞ്ഞനാളുകളിൽ തീരമേഖലയ്ക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഫിഷറീസ് വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. പഞ്ഞമാസ സഹായധനം നിലവിലെ 2700 രൂപയിൽ നിന്ന് 4500 രൂപയാക്കി ഉയർത്തുന്നതായി ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. പഞ്ഞമാസ സഹായത്തിനുള്ള കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് നടപടി. തീരമേഖലയിലെ ഭവന വായ്പ 1.2 ലക്ഷമായി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചതോടെ സംസ്ഥാന സഹായം കൂടി ഉൾപ്പെടുത്തി ഇനി മുതൽ ഭവന വായ്പ 3 ലക്ഷമായി നൽകും. കടൽക്ഷോഭം പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പും കേരളത്തിന് ലഭിച്ചു. ഉൾനാടൻ മത്സ്യകൃഷിക്കായി കുളം നിർമ്മാണത്തിനുള്ള തുക 3 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമായി ഉയർത്തുമെന്നും ഫിഷറീസ് മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അധീനതയിലുള്ള ഡിഗോ ഗാർഷ്യ ദ്വീപിൽ തടവിലായ 6 മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിന് വേണ്ട ജാമ്യത്തുക നൽകാൻ തയ്യാറാണെന്നും കേരളം കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള പരിധി 12 നോട്ടിക്കൽ മൈലിൽ നിന്ന് 36 നോട്ടിക്കലായി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്രം വ്യക്തമായ മറുപടി നൽകിയില്ല. മത്സ്യക്കുഞ്ഞു വേട്ട തടയുന്നതിന് നിയമം കർശനമാക്കാൻ അയൽ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോടും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കാൻ സർക്കാർ തീരുമാനം. വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളുടെ കണക്കെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. 1 മാസത്തിനകം കണക്കെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. പ്രതിരോധ വാക്സിനുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കും സർക്കാർ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ നിർബന്ധമാക്കുന്നത്. വാക്സിനേഷൻ എടുത്തവർ, എടുക്കാത്തവർ, പൂർത്തിയാക്കാത്തവർ, അതോടൊപ്പം തന്നെ വാക്സിനേഷനെക്കുറിച്ച് അറിവില്ലാത്തവർ എന്നിങ്ങനെ തരംതിരിച്ച് കണക്കെടുക്കാനാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് കണക്കെടുപ്പ് നടത്തുക. അത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായിട്ടുള്ളൊരു കണക്കെടുക്കാനും അതുമായിട്ട് ഇടപെടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാം നടക്കുന്നത് ഇതുവരെ നടന്നിരുന്ന കൺവെൻഷനലായിട്ട് നടന്നിരുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാറ്റി വീണ്ടും ചിലപ്പോൾ അത് കണക്കെടുക്കാൻ ശ്രമിക്കും. അതാത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കാണ് ഇതിന്റെ ചുമതല. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരിന് സമർപ്പിക്കണം. 1 മാസത്തിനകം കണക്കെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കിയ രോഗങ്ങൾ വാക്സിനേഷന്റെ അഭാവം മൂലം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ്. മെത്രാൻകായൽ അടക്കമുള്ള കോൺഗ്രസ് നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. UDF സർക്കാരിന്റെ അവസാനകാല തീരുമാനങ്ങൾ തിരിച്ചടിച്ചു. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനമുയർന്നത്.
ഘടകകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിലപാടുകളും നേതാക്കളുടെ പരസ്യപ്രസ്താവനകളും മെത്രാങ്കായൽ നികത്തിലടക്കം അവസാന ഘട്ടത്തിലെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങളും UDFന്റെ പരാജയത്തിന് കാരണമായെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. ബാർക്കോഴ കേസിൽ പാർട്ടി ലീഡർ KM മാണിയെ മുഖ്യപ്രതിസ്ഥാനത്ത് നിർത്തിയ കോൺഗ്രസ് ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കൂ എന്ന യഹൂദരുടെ നിലപാടാണ് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പോടെ സ്വയം ഇല്ലാതായ കോൺഗ്രസ് RSP, JDU തുടങ്ങിയ ഘടകകക്ഷികളെയും ഇല്ലാതാക്കി. കേരള കോൺഗ്രസിനെയും ഇല്ലാതാക്കാൻ ശ്രമം നടന്നു. PJ കുര്യന്റെ അപക്വമായ പ്രസ്താവനകളും നിലപാടുകളുമാണ് തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിയുടെ തോൽവിക്ക് കാരണമായത്. കൂടുതൽ സീറ്റുകൾ വേണമെന്നും ചില സീറ്റുകൾ വച്ചുമാറണമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശി പൂഞ്ഞാറിലും ഏറ്റുമാനൂരിലും തിരിച്ചടിയായി. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF ചിതറിപ്പോയി. BJP കൂടുതൽ വോട്ടുകൾ നേടിയത് LDFന് 41 മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തുവെന്നും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്തി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊല്ലത്തെ നന്മ സ്റ്റോറുകളുടെ അറ്റകുറ്റപ്പണികളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പേരെ പ്രതികളാക്കി വിജിലൻസ് കൊല്ലം യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പത്തനാപുരം നന്മ സ്റ്റോറിൽ സിവിൽ വർക്കിൽ 36,000 രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കൺസ്യൂമർ ഫെഡ് സ്പെഷ്യൽ പ്രോജക്ട് സീനിയർ മാനേജർ അനിൽകുമാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വിഭാഗം മാനേജർ ഷാജി, കരാറുകാരനായ വിപിൻ എന്നിവരെ പ്രതി ചേർത്താണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2013 കൊല്ലം ജില്ലയിൽ 196 നന്മ സ്റ്റോറുകളിൽ പെയിന്റ് ചെയ്യുന്നതിനും വൈദ്യുതീകരിക്കുന്നതിനും നൽകിയ കരാറിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പത്തനാപുരം മാലൂരിൽ നന്മ യൂണിറ്റിൽ വിജിലൻസ് നടത്തിയ ത്വരിത പരിശോധനയിൽ മാറിയ ബിൽതുകയ്ക്ക് അനുസൃതമായ കരാർ പണി നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 36,000 രൂപയുടെ ക്രമക്കേട് ആരോപിച്ച് വിജിലൻസ് കൊല്ലം DYSP GG തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്രമക്കേടിന് ഒത്താശ ചെയ്ത എറണാകുളം സ്പെഷ്യൽ പ്രോജക്ട് സീനിയർ മാനേജർ അനിൽകുമാർ, ബിൽ മാറാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ മാനേജർ ഷാജി, കരാർ ഏറ്റെടുത്ത പിനാക്കിൾ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ബിവിനെയും 1, 2, 3 പ്രതികളാക്കിയത്. പത്തനാപുരത്തെ സ്ഥാപനത്തിന് സമാനമായ ക്രമക്കേട് ബാക്കി 195 നന്മ യൂണിറ്റുകളും ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കും. അന്വേഷണം മുകൾ തട്ടിലേക്കും വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. കൺസ്യൂമർ ഫെഡ് MD ആയിരിക്കെ ടോമിൻ തച്ചങ്കരി അഴിമതി കണ്ടെത്താൻ നിയോഗിച്ച സമിതി നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് കേസ് വിജിലൻസിന് കൈമാറിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇനി നമ്മുടെ MLA എന്ത് ചെയ്യുന്നുവെന്ന് നോക്കാം. ഗതാഗതക്കുരുക്കിൽ എന്നും വലയുന്ന കണ്ണൂർ നഗരത്തിന് ഇനിയെങ്കിലും മോചനം. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനം, ടൂറിസം വികസനം, കൈത്തറി, ഖാദി വികസനം, നഗരത്തിൽ രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടെത്തുന്ന സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വം, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണൂരിന്റെ MLAയും ഒപ്പം മന്ത്രിയുമായ കടന്നപ്പള്ളി രാമേന്ദ്രൻ. UDFന്റെ കുത്തകയായിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തി 40 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെ ഇടതുപക്ഷ സാന്നിധ്യമുറപ്പിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന 72-കാരനിൽ ഏറെ പ്രതീക്ഷകളുണ്ട് മണ്ഡലത്തിന്. ഗതാഗതക്കുരുക്കും ശുദ്ധജലക്ഷാമവും മാലിന്യ പ്രശ്നങ്ങളും കണ്ണൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനൊരു പരിഹാരം എന്നത് തന്നെയാണ് മണ്ഡലം MLA കൂടിയായ മന്ത്രിയുടെ ലക്ഷ്യവും. കണ്ണൂരിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വാഹനങ്ങളും വളരെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരുപാട് അനുഭവമായിട്ടുണ്ട്. അവയ്ക്ക് പരിഹാരം കാണാൻ ചൊവ്വ പാലത്തിൻ്റെ ആ പാലം നിർമ്മാണം ഒന്ന് ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബൈപ്പാസ് നിർമ്മാണം ഈ വാഹന കുരുക്ക് തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ, ശുദ്ധജല വിതരണത്തിൻ്റെ, പയ്യാമ്പലത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രം, ചില പഞ്ചായത്തുകളിൽ ഈ കൈത്തറി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മേഖലയുടെ ഒരു പുനഃക്രമീകരണം, പുനരുദ്ധാരണം, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കിപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ, വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ നയത്തിൽ നിന്നുകൊണ്ട് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളെ ആധാരമാക്കി വിവിധ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം. കണ്ണൂർ മണ്ഡലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നഗരത്തിലെ ഗതാഗത പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് മണ്ഡലത്തിലെ MLA എന്നതിലപ്പുറം മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, ജലവിതരണത്തിനും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, ടൂറിസം ഇവയ്ക്കെല്ലാം തന്നെ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറയുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റിയ ഒരു കോഴിക്കോടൻ കർഷകനെ പരിചയപ്പെടാം. 17 ഏക്കർ തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് നരിക്കുനി സ്വദേശി പരീത്. ഫലവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും പുറമെ പൂച്ചെടികളും പരീതിന്റെ തോട്ടത്തിലെ താരങ്ങളാണ്. മണ്ണിന്റെ മണമുള്ള കായ്കനികൾ വിളയിച്ചെടുക്കുന്നത് കോഴിക്കോട് നരിക്കുനി സ്വദേശി പരിയേയി എന്ന പരീത് കാക്കയ്ക്ക് പോരാട്ടം കൂടിയാണ്. അതിജീവനത്തിന്റെ മാത്രമല്ല, മണ്ണിൽ കുഴിച്ചിട്ട് പരിപാലിച്ചാൽ ബലം തരാത്ത കായ്കനികളിൽ എന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന പോരാട്ടം. അങ്ങു മണലാരണ്യത്തിൽ ജീവിതം വേരുപിടിക്കാതെയായപ്പോഴാണ് പച്ചപ്പ് തേടി പരീത് നാട്ടിലെ മണ്ണിലേക്കിറങ്ങിയത്.
വീട്ടുമുറ്റത്തെ വിളകളിൽ ജീവിതം പച്ചപിടിച്ചു തുടങ്ങിയപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി തുടങ്ങി. ഇന്ന് വിവിധ പ്രദേശങ്ങളിലായി 17 ഏക്കറോളം സ്ഥലത്ത് വിളകൾ വിളയിച്ചെടുക്കുന്നുണ്ട് ഈ കർഷകൻ. തെങ്ങ്, നെല്ല്, റബ്ബർ, കൊക്കോ, കാപ്പി, വാഴ, കപ്പ, കറിവേപ്പില, വിവിധയിനം മാവിൻ തൈകൾ, പപ്പായ, സപ്പോട്ട, റംബൂട്ടാൻ, മാങ്കോസ്റ്റീൻ, അമ്പഴങ്ങ എന്നിങ്ങനെ പട്ടിക 100-ലേറെ ഇനങ്ങളിലേക്ക് നീളും. വായ, പൂള, നെല്ല്, ഒരുവിധം എല്ലാ സാധനവും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് പഠിക്കാനും ഈ ഇങ്ങനെ ഒരു ഇത് കണ്ട് മനസ്സിലാക്കി അവരെ അയൽവക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല എല്ലാ രീതിയിലും ഞങ്ങൾ കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ചെടീനെയും കറ്റും. അപ്പോൾ എന്ത് സാധനവും നമ്മളെ മണ്ണിലുണ്ടാവും എന്നുള്ള തെളിവാണ് ഇത് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത. വേഗത്തിൽ വിളവെടുക്കാവുന്ന മേന്മയുള്ള തൈകൾ ശേഖരിച്ചു ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് പരീതിൻ്റെ രീതി. തൈകളെല്ലാം സ്വന്തം പോളിഫാമിൽ വിളയിച്ചെടുക്കും. ജൈവവളവും സ്വന്തമായി നിർമ്മിക്കും. ജൈവവളവും തൈകളും വിപണനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയുടെ മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം ജൈവകൃഷിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഈ കർഷകനെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് സൗജന്യമായി കൃഷിരീതിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പരീദ് ഖാൻ. വിളയിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കൃഷികളുമുണ്ട് പരീദ് ഖാന്റെ ഈ തോട്ടത്തിൽ. കാലം മറന്നുവെച്ച ചില നാട്ടറിവുകൾ ഓർമ്മിപ്പിക്കുന്ന വിളനിലത്തിൽ നിന്നും ക്യാമറാമാൻ ഫിറോഷിനൊപ്പം വിനിഷ വൃന്ദാവൻ. റംസാൻ കാഴ്ചകൾ. റംസാൻ നാളുകളിൽ UAE-യിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ ഇഫ്താർ ടെന്റുകളിൽ തിരക്കേറുന്നു. വലുതും ചെറുതുമായ നിരവധി ടെന്റുകളിൽ നൂറുകണക്കിന് പേരെത്തുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. നോമ്പ് തുറക്കാനാവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുക്കിയാണ് ഇഫ്താർ ടെന്റുകൾ. വലുതും ചെറുതുമായി നിരവധി ടെന്റുകൾ UAE-യുടെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. സ്വദേശികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ടെന്റുകളിൽ ആർക്കും ചെന്ന് നോമ്പ് തുറക്കാം. ജ്യൂസും പഴവർഗ്ഗങ്ങളും ബിരിയാണിയുമൊക്കെയായി വിഭവസമൃദ്ധമായാണ് നോമ്പ് തുറ. എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഇഫ്താർ ടെന്റുകളിൽ എത്തുന്നു. തൊഴിലാളികളാണ് ഇഫ്താർ ടെന്റുകളിൽ എത്തുന്നവരിൽ ഏറെയും. സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ സന്ദേശം കൂടിയാണ് ഈ ഇഫ്താർ ടെന്റുകളിലെ നോമ്പ് തുറകൾ വിളിച്ചോതുന്നത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ.